മോളു പപ്പ പോവുകയാണേ. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. ഞാൻ ഡ്രൈവർ അങ്കിളെ പറഞ്ഞേക്കാം. ഓക്കെ പപ്പ, ബൈ, ലവ് യു. ചാദറിൻ, നീ വരുന്നില്ലേ? ട്യൂഷൻ ക്ലാസ് ഇപ്പൊ തുടങ്ങും. ഞാൻ കേറുവാട്ടോ. അമ്മു, നീ നടന്നോ, ഞാൻ വരാം. ഇതാരായി പാട്ട് പാടുന്നേ? ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഇവിടെ എത്തുമ്പോൾ. ആരായിരിക്കും പാടുന്നത്? അയ്യോ, എന്തിനാ പാടുന്നത് നിർത്തിയേ? ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണോ? നീ ആരാ? നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെയൊന്നും. അതിന് ഞാൻ ഈ വഴിയൊന്നും വരാറില്ലല്ലോ. ആ കാണുന്ന ട്യൂഷൻ സെന്ററിൽ പഠിക്കുവാ ഞാൻ. നിന്റെ പേരെന്താ? നീ ഇവിടെ നിക്കണ്ട. നീ വലിയ വീട്ടിലെ കുട്ടിയാ. എന്നോട് സംസാരിക്കുന്നത് കണ്ടാലേ നിന്റെ വീട്ടുകാർ ചീത്ത പറയൂലേ നിന്നെ. അത് നീ പേടിക്കണ്ട, ആരും കാണാൻ പോകുന്നില്ല. എന്റെ പപ്പ എന്നെ ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ ആരും എന്നെ അറിയുന്ന ആൾക്കാരില്ല. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? എന്റെ പേര് നന്ദു. നിന്റെ പേരെന്താ? എന്നെ നീ കുക്കിന്ന് വിളിച്ചോ? എനിക്ക് അങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടം. എന്നാ ഞാനും നിന്നെ കുക്കിന്ന് തന്നെ വിളിക്കാം. നന്ദു, നീ ഉണ്ടാക്കിയതാണോ ഈ വയലിൻ? അതെ, ഞാൻ ഉണ്ടാക്കിയതാ. നീ ഒന്നുകൂടെ വായിക്കോ? നീ എപ്പോഴും പാടാറുള്ളത് പോലെ. നീ എത്തിയോ പൂക്കി? ഞാൻ വിചാരിച്ചു നീ ഇന്നും വരില്ലെന്ന്. ഇന്നലെ എന്താ വരാഞ്ഞേ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എന്നോട് ക്ഷമിക്കുന്നുണ്ടോ? ഇന്നലെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ ഞാൻ വരാഞ്ഞേ. അതൊന്നും കുഴപ്പമില്ല. നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ? നീ നിന്റെ കയ്യെന്ന് തന്നെ, ഞാൻ തന്നെ തരാം നിനക്ക്. കുപ്പിവളയോ? നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നിനക്ക് എവിടുന്നാ നന്ദു ഇത്രയും പൈസ? നീ എന്തിനാ ഇത് വാങ്ങിച്ചേ? ഞാൻ വയലിൻ വായിച്ചുണ്ടാക്കിയ പൈസയായത്. നീ എനിക്ക് എത്ര സമ്മാനങ്ങളാ തരുന്നേ? ഞാൻ ഇതുവരെ നിനക്കൊന്നും തന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാ ഞാനിത് വാങ്ങിച്ചേ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടായി. ഇത് ഞാൻ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കും. താങ്ക് യു നന്ദു. കുക്കി, നീ ഇവിടെ നിൽക്കണോ? നിന്റെ പപ്പ വന്നിട്ടുണ്ട് നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അയ്യോ, ഇതെന്താ പപ്പ നേരത്തെ വന്നത്? നന്ദു, ഞാൻ പോവാണേ. നമുക്ക് നാളെ കാണാം. ബൈ. കുക്കി, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? നിന്നെ ഞാൻ എത്ര അന്വേഷിച്ചു. സോറി പപ്പ, ഞാന് അമ്മൂന്റെ കൂടെ മുട്ടായി വാങ്ങിക്കാൻ പോയതാ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം മോള് പറഞ്ഞത് ആ ഭാഗത്തേക്കൊന്നും പോകണ്ടാന്ന്. അവിടേക്ക് തെണ്ടി നടക്കുന്ന പിള്ളേരുള്ളതാ. അവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആ, അതൊക്കെ വിട്. മോള് പോയി ബാഗൊക്കെ എടുത്തിട്ട് വാ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലേക്കോ? അതിന് ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ പപ്പ. ആ, അതൊക്കെയുണ്ട്. ഞാൻ മോളുടെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോവുക അമേരിക്കയിലേക്ക്. പപ്പയുടെ ജോലി അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. അപ്പോ അങ്ങോട്ടേക്ക് പോവാ മമ്മിയും മോളും പപ്പയും ഒക്കെ. മോള് പോയി ബാഗ് എടുത്തിട്ട് വാ. ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ പറഞ്ഞു വാ. പപ്പ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണോ? പപ്പ, എനിക്കൊരു 100 രൂപ തരുവോ? നന്ദു, നീ എന്തിനാ കുക്കി കരയുന്നേ? നീ പോയില്ലേ? നിന്റെ പപ്പ വന്നില്ലേ നിന്നെ പിക്ക് ചെയ്യാൻ? നന്ദു, ഞാൻ പോവുക അങ്ങ് ദൂരേക്ക്. ഇനി നമുക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. എന്നാ ഈ 100 രൂപയിൽ എന്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. നീ എന്നെ വിളിക്കണേ.
കുക്കി പോവന്നേ, കുക്കി എന്നെ വിട്ട് പോവന്നേ. നന്ദു, എന്ത് പറ്റി മോളെ? സ്വപ്നം വല്ലതും കണ്ടതാണോ? ഫ്ലൈറ്റ് ഇപ്പൊ എടുത്തതേ ഉള്ളൂ. അയ്യോ സോറി ആന്റി, ഞാൻ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെയോ പറഞ്ഞു. ആന്റിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ ഇത്രയും സമയം ബോറടിച്ചിരിക്കുവായിരുന്നു, മോള് ഉറങ്ങുമായിരുന്നല്ലോ. ഈ പ്ലെയിനിൽ ഒരു മലയാളികളെയും കാണാത്തോണ്ട് ഞാനങ്ങ് ബോറടിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു മോള് മലയാളി അല്ലെന്ന്. കണ്ടാലും പറയില്ല കേട്ടോ. അല്ല മോളെ, നാട്ടിലെവിടെയാന്ന്? പാലക്കാട്. ആ അത് കൊള്ളാലോ, നമ്മൾ ഒരേ നാട്ടുകാരാ. അല്ല മോളുടെ പേരെന്താ? ക്യാതറിൻ ജേക്കബ്. ഓ നമ്മളാളന്നെയാ. അതെന്തായാലും നന്നായി. എനക്കൊരു മോനുണ്ട്, നല്ല തങ്കം പോലത്തെ ചെക്കനാ. ഇപ്പം ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത് അവനാ. ഓ അതെയോ? ആന്റിയുടെ പോക്ക് എങ്ങോട്ടാണ് മനസ്സിലായി. കല്യാണ ആലോചനയിലേക്ക് എത്തിക്കാനാണ്. മൂക്കന്റെ മോന്റെ ഫോട്ടോ കാണണോ? മോളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞാ? ആന്റി ഒന്നും തോന്നല്ലേ, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ. ഓ ആയിക്കോട്ടെ മോളെ, മോള് കിടന്നോ. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ കാര്യം. ഞാൻ എന്തായാലും ഇവളെ എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചേ അടങ്ങും. ഇത്രയും തങ്കപ്പെട്ട പെണ്ണി ഇവിടെ കിട്ടാനോ? ആ സൗന്ദര്യം ഒന്ന് നോക്കിക്കേ. വാ. എന്നാ ആന്റി ഞാൻ ഈ വഴിയാ പോകുന്നേ, ടാക്സി ഉണ്ട്. ഓ ശരി മോളെ, എന്നെ മോൻ കൂട്ടാൻ വന്നോളൂ. ഓ ആ കൊച്ചും പോയി. ഇവരിത് എവിടെ പോയി കിടക്കുക? കുറച്ച് നേരത്തെ വന്നില്ലെങ്കിൽ ആ കൊച്ചിനെങ്കിലും കാണിച്ചു കൊടുക്കാൻ. ഇതങ്ങനെ ചെക്കന് പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ നടപ്പ്. വർഷങ്ങൾ കടന്നുപോയി. അവനെ പറ്റി ഒരു വിവരവും ഇല്ല. അവൻ എന്നെ മറന്നിട്ടുണ്ടാവുമോ? അവന് വേണ്ടി മാത്രമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അവൻ എന്താ ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ വിളിക്കാത്തത്? അവന് വേണ്ടി ഞാൻ ആ നമ്പർ പോലും മാറ്റിയിട്ടില്ല. ഇനി അവൻ എന്നെ മറന്നു കാണും. കുട്ടിക്കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇപ്പോഴോ അതൊരു പ്രണയമായി കണ്ടുപോയി. കുട്ടി എന്നെ വിട്ട് പോവല്ലേ? എടാ നന്ദു, നീ എന്താടാ ഇവിടെ നിന്ന് കരയണേ? നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. നീ എന്താടാ നിന്റെ പുറകിൽ ഒളിപ്പിക്കുന്നേ? അത് പൈസയാണോ? ഇങ്ങ് താടാ. അയ്യോ ആ പൈസ എനിക്ക് തിരിച്ചു താ, അത് എടുക്കല്ല, അത് എന്റെ പൈസയാ. എടാ ഓടല്ലേ, ആ പൈസ എനിക്ക് തിരിച്ചു താ പ്ലീസ്. ആ പൈസ എനിക്ക് തിരിച്ച്. അയ്യോ എടാ നന്ദു, എടാ ഓടിക്കോ. എന്താ ചേട്ടാ വണ്ടി നിർത്തിയേ? ഫ്രണ്ടിലുള്ള വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. നല്ല മഴയല്ലേ. മാഡത്തിന് തിരക്കൊന്നുമില്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ ചേട്ടൻ പോയി നോക്കിക്കോ. എന്താ പറ്റിയേ? കാറ് ബ്രേക്ക് ഡൗൺ ആയതാണോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്റെ? ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും അടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ടോ? ഇവിടെ അടുത്തൊന്നും വർക്ക്ഷോപ്പ് ഇല്ല. എനിക്കറിയുന്ന ഒരാളുണ്ട്. ആളെ വിളിച്ചാ 1/4 മണിക്കൂറിനുള്ള ആളെത്തും. എന്നാ പിന്നെ അയാളെ വിളിച്ചേക്കാൻ പറഞ്ഞേക്കടാ കണ്ണാ. നിന്റെ അച്ഛൻ അവിടെ വീട്ടിൽ കാത്തിരിപ്പുണ്ടാവും. എന്നാ അയാളെ വിളിച്ചു ചേട്ടാ. നന്ദിയുണ്ട് കേട്ടോ. എന്നാ ഞാൻ അയാളെ വിളിച്ചിട്ടുണ്ട്. അയാള് കുറച്ചു കഴിഞ്ഞ് വരും. ആ വണ്ടിയിൽ ആളുണ്ട്. എന്നാ ഞാൻ ഇറങ്ങാട്ടോ. കണ്ണാ നീ ഇതെന്ത് നോക്കി നിക്ക? മഴ നല്ലോണം പെയ്യലായി. നീ വേഗം വണ്ടിയിൽ കയറി, ആള് വന്നിട്ട് പുറത്ത് കഴിഞ്ഞാ മതി.
അല്ല അമ്മ, എങ്ങനെയുണ്ടായിരുന്നു അമേരിക്കൻ ട്രിപ്പൊക്കെ? അമ്മായിലേക്ക് കണ്ടോ? ഓ, അവരൊക്കെ കണ്ടടാ. ആ, അത് പറയുമ്പോഴാ ഞാൻ ഇന്ന് പ്ലെയിനിൽ വെച്ചൊരു കൊച്ചിനെ കണ്ടു. നല്ല സുന്ദരി കൊച്ച്. എനിക്കങ്ങ് പെരുത്തി ഇഷ്ടായി അവളെ. ഉം. കണ്ട പെമ്പിളാരെ കാര്യം പറയുമ്പോ അവന് ഒരു കൂസലും ഇല്ലാണ്ടിരിക്കും. എനിക്കിങ്ങനെ ഒറ്റത്തടിയായി നടക്കാനാണോ ഇഷ്ടം? ഇപ്പൊ തന്നെ പ്രായം എത്ര ആയെന്നാ? നിന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിട്ട്. ഓ, എന്റെ അമ്മായിന്റെ കല്യാണം എല്ലാം നടക്കേണ്ട സമയത്ത് നടന്നോളും. ഞാൻ അതൊക്കെ വിട്, അതൊക്കെ നടന്നോളും. അതൊക്കെ നടന്നോളും. എപ്പോ നിന്റെ മുക്കിൽ പല്ല് മുളച്ചപ്പോഴാണ് ആ കൊച്ചെന്നെ തേടി വരുവാടാ മോനെ. ഞാൻ അതിന് വേണ്ട ചില കിണികളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട. അവൾ എന്തായാലും എന്നെ തേടി എന്തായാലും വരും. എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി പെമ്പിള്ളേരെ കയ്യിൽ നിന്നും എനിക്ക് അടി വാങ്ങി തരുവോ നിങ്ങള്? നീ പേടിക്കണ്ടടാ മോനെ. ഈ അമ്മച്ചില്ലേ നിന്റെ കൂടെ? മേരി ആന്റി സുഖാണോ? അവളെവിടെ? ഇതാര്? ഏഞ്ചൽ മോളോ? എത്ര ആയി കണ്ടിട്ട്? അവളുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടൊക്കെ വരുവല്ലേ? അവള് മുള്ളുണ്ടാവടി. എടി കുക്കൂസ്, എത്ര ആയി നിന്നെ കണ്ടിട്ട്? നീ വന്നോ? എടി, നാളെ അല്ലേ ജീനിന്റെ വെഡിങ്? അതേടി, വർഷങ്ങൾക്ക് ശേഷം നീ വന്നതല്ലേ, അടിച്ചു പൊളിക്കണം നമുക്ക്. അല്ല, നീ ആ അമേരിക്കൻ പ്രൊഡക്റ്റ് കൊണ്ടുവന്നായിരുന്നോ? അതാ ഹാൻഡ് ബാഗിനകത്തുണ്ടാവും, നീ എടുത്തോ. ഇത് ഡയമണ്ട് ആണോ? നീ ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ലല്ലോ, ഇതെന്ത് പറ്റി? ഇനി കാണിച്ച്. ഇതെന്റെ അല്ല. ഓ, ഇത് എന്റെ അടുത്തുണ്ടായിരുന്ന ആന്റിയുടെ കയ്യിലുണ്ടായതാ. ഇതെങ്ങനെ എന്റെ കയ്യിലെത്തി? അറിയാതെ ഇങ്ങനെ ആയിപ്പോയതായിരിക്കും. ആന്റിയോ? ഏതാ ആന്റി? നീ എന്തൊക്കെയായി പറയുന്നേ? ആടി, ഫ്ലൈറ്റിൽ എന്റെ അപ്പുറത്ത് ഒരു ആന്റി ഉണ്ടായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു ആളുടെ മോനെ പറ്റിയൊക്കെ. അവരുടെ കയ്യിലുണ്ടായിരുന്നതായി മോതിരം. അതറിയാതെ ആയിപ്പോയതായിരിക്കും എന്റെ ബാഗിൽ. നീ ഒന്ന് റെഡിയായി, നമുക്ക് വേഗം ഇത് കൊണ്ടു കൊടുക്കാം. അതിന് നിനക്ക് അവരുടെ വീട് എവിടെയാന്നറിയോ? എല്ലാം എന്നോട് പറഞ്ഞായിരുന്നു, വീടും റോഡും വഴിയും ഒക്കെ. എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. നീ ഒന്ന് വേങ്കി, നമുക്ക് പോവാലോ. അമ്മ, ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. മോനെ, മഴ കുറഞ്ഞിട്ട് പോയാ പോരെ? അവനെന്തെങ്കിലും തിരക്ക് കാണുന്നേ. നീ ഡ്രൈവെല്ലാം ചെയ്യുമ്പോ സൂക്ഷിച്ചു പോണം, മഴയൊക്കെ ഉണ്ട് കേട്ടല്ലോ. ശരിയപ്പാ. അവൻ കമ്പനിയെ നല്ലോണം നോക്കുന്നുണ്ടല്ലേ? അവനെ നമ്മൾ ഇത്രയൊക്കെ നോക്കി വളർത്തിയതിന്റെ പ്രായശ്ചിത്തായിട്ടാ അവൻ ഇതൊക്കെ ചെയ്യുന്നത്. മാത്യങ്കിൾ, നിങ്ങളെന്താ ഇവിടെ? ടെസമോളോ, ഓൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം കൊണ്ടുവന്ന ഒരു കേസില്ലേ, ആക്സിഡന്റ് കേസ്. ആ കുട്ടി നമ്മുടെ വണ്ടിയുടെ മുമ്പിലാ ചാടി. എനിക്ക് ടെൻഷനായിട്ട് വയ്യ മോളെ. ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പോലീസ് എത്ര ചോദിച്ചിട്ടും കുട്ടി ഉത്തരം പറയുന്നില്ല. പേടിച്ചിട്ടായിരിക്കും അതൊന്നും മിണ്ടാത്തത്. പിന്നെ കുട്ടിക്ക് പാരന്റ്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കേസ് മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല. ചായ, ആ കുട്ടിക്ക് സമ്മതാണെങ്കിൽ നമുക്ക് ആ കൊച്ചിനെ നമ്മളെ കൂടെ അങ്ങ് കൊണ്ടുപോയിക്കൂടെ? നീ എന്തൊക്കെയാ അന്നായി പറയുന്നേ? കുട്ടീനെ ഇങ്ങനെ നമ്മള് കൊണ്ടുപോവാ? ആ കുട്ടിയുടെ പാരന്റ്സ് എങ്ങാനും. ആ കുട്ടിക്ക് പാരന്റ്സ് ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തായി ചായ? കുട്ടികളില്ലാത്ത നമ്മൾക്ക് അവനെ ദൈവം തന്നതാണെങ്കിലോ? ഹോസ്പിറ്റൽ കുട്ടിയെ ചിൽഡ്രൻസ് ഹോമിലേക്ക് വിടാനാ പറയുന്നത്. നിങ്ങൾക്ക് കുട്ടിയെ ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് അവരോട് സംസാരിച്ചാൽ മതിയാവും. അന്നെ, നീ കരയാണ്ടിരിക്കെ. ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാ തീരുമാനിക്കാം. നീ ഓരോന്ന് ആലോചിച്ചോണ്ട് നിൽക്കാണ്ട് ആരാ വന്നേന്ന് പോയി നോക്കൂ. ഇതാര്? ഗ്യാതറിംഗ് മോളോ?
കേറിവാ മക്കളെ. അല്ല മോളെ, ഇതാരാ? ഇതെന്റെ കസിനാ, ഏഞ്ചൽ. ആ ഇച്ചായ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. പ്ലെയിന് കണ്ടുമുട്ടിന്ന് പറഞ്ഞില്ലായിരുന്നു? ആ എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാനൊന്ന് പോയി കിടക്കട്ടെ. ആ ആന്റി, ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാല് ആന്റിയുടെ മോതിരം എന്റെ ബാഗിലായിപ്പോയി, അത് തരാൻ വന്നതാ. ഓ അതെയോ, താങ്ക് യു മോളെ. മക്കളെന്തായാലും വന്നതില്ലേ, ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. എന്റെ മോൻ പുറത്തു പോയിരിക്ക, അവൻ വന്നിട്ട് നിങ്ങൾക്ക് പോവാം, അവൻ കൊണ്ടാക്കുമല്ലോ. അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അപ്പോ പിന്നെ കാണാം, നമ്മൾ ഇറങ്ങുവാട്ടോ. അതിന്റെ ഇടക്ക് ആ കുരിപ്പ് എങ്ങനെയെങ്കിലും ഇതിനെ രണ്ടെണ്ണത്തിന് ഒന്നിപ്പിക്കാൻ നോക്കുമ്പോ ആ ചെറുക്കനോടെ ഉണ്ടാവില്ല. ഇതാണിത് ഭർത്താവേ. എടാ മനു, സോറിടാ, കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അതാ നൈറ്റ് വന്നെ. ഹാപ്പി മാരീഡ് ലൈഫ് ഡാഡിയാ. അത് കുഴപ്പമില്ലടാ, നിനക്ക് തിരക്കാണെന്നറിയാം. നീ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ആ ഭാഗത്തേക്കാ കേട്ടാ. എന്നാ ഞാൻ അങ്ങോട്ട്. ആ പോയി കഴിച്ചിട്ട് വാ, എന്നിട്ട് ഫോട്ടോ എടുക്കാം. എവിടെ നോക്കിയാടാ നടക്കുന്നത്, തനിക്ക് കണ്ണില്ലേ? ആഹാ, അതുകൊണ്ടാലോ നീയല്ലടി എന്നെ വന്നിടിച്ചേ. വീകാൻ പോയ നിന്നെ ഞാൻ പിടിച്ചു നിർത്താണോ എന്റെ തെറ്റ്? താൻ ഒറ്റൊരാള് കാരണാ ദേ ഈ കിടക്കുന്ന കുപ്പിവളകളൊക്കെ പൊട്ടിയത്. ഓ ഇനിയിപ്പോ എല്ലാം എന്റെ തലയിലിടി. തനിക്ക് പറയാൻ മനസ്സിലാവില്ല ഇതിന്റെ വിലയൊന്നും. ഇതിപ്പോ ഈ നിസ്സാര കാര്യത്തിനാണ് താൻ കരയുന്നത്? കുപ്പിവളയല്ലേ, ഞാൻ വാങ്ങിച്ചു തരാം. നിന്റെ മറ്റവക്ക് പോയി വാങ്ങിച്ചു കൊടുക്കടാ. എന്തൊരു പെണ്ണായത്, അവളെന്നേരം പറഞ്ഞത് കേക്കി. എടി കേക്കി, എന്നാ നമുക്ക് ചെറുക്കന്റെ വീട്ടിലേക്കൊന്ന് പോയാ? നീ കരഞ്ഞായിരുന്നോ? ഇല്ലടി, ചെറിയ തലവേദന. ഞാൻ വീട്ടിൽ പോയാലോന്ന് ആലോചിക്കും. അതെന്താ പെട്ടെന്നൊരു തലവേദന? അല്ല ഇത് കുപ്പികളയോ? ഇത് പൊട്ടിയോ? അവന്റെ ആകെയുള്ള ഓർമ്മയായിരുന്നില്ലേ ഇത്? നീ വിഷമിക്കാണ്ടിരിക്കേ. നിന്നെ പോലെ അവനും നിന്നെ തേടുന്നുണ്ടെങ്കിൽ നിങ്ങളെ തമ്മിൽ എന്തായാലും കണ്ടുമുട്ടടി. ചേട്ടാ 2 കോഫി ആ കാണുന്ന ടേബിളിലേക്ക്. എടാ മച്ചു, എത്ര ആയടാ കണ്ടിട്ട്? സുഖാണോ നിക്ക്? ആർക്കാടാ തിരക്ക്? നിനക്കല്ലേ വലിയ തിരക്ക്. പോലീസുമാൻ ആയിപ്പോയില്ലേ? ഓ അതെ അതെ. അല്ലടാ, നീ പറഞ്ഞ ആ പെണ്ണിനെ ഞങ്ങളെങ്ങനെ കണ്ടുപിടിക്കാ? പേര് പോയിട്ട് ഒന്നും അറിഞ്ഞൂടാ. ഈ കൂക്കി എന്നൊക്കെ പറഞ്ഞ ചെല്ലപ്പേരല്ലേ, അത് വെച്ചെങ്ങനെയാടാ കണ്ടുപിടിക്കാ? എനിക്കറിഞ്ഞൂടാടാ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ. ഫാമിലിയോടെ അവൾ എവിടെയാ പോയെന്ന് പോലും അറിഞ്ഞൂടാ. എടാ ആദം, ഇപ്പൊ തന്നെ എത്ര വർഷമായി എന്നാണ് നിന്റെ വിചാരം? അവൾ ഇനി കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ? അവൾ നിന്നെ കുറിച്ച് മറന്നിട്ടുണ്ടാവിടാ, ഇത്രയും വർഷമായില്ലേ. എവിടെയായാലും അവള് സന്തോഷത്തോടെ ഇരുന്നാ മതി. സാർ പ്ലീസ്, ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഈ പൈസ എടുക്കാൻ പറ്റില്ല. അതെന്ത് വർത്താനാണോ? എന്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. കോഫിന്റെ പൈസ ഇത് പിടിക്കാൻ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് കുറച്ച് നമ്പറല്ലേ ഉള്ളൂ. ഏത് തെണ്ടി അത് എഴുതിയാന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുമില്ല. ഇത് പിടിക്കടോ. എന്താ ഇവിടെ ഒരു ബഹളം? എന്താ പ്രശ്നം? അത് ചോദിക്കാൻ നീ ഏതാടാ? പറഞ്ഞു വന്ന ഞാൻ ഇവിടുത്തെ SP ആയി വരും. അയ്യോ സാറേ, ഞാൻ വേണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയതല്ല. ഇവന്മാര് കാശ് മേടിക്കുന്നില്ലാന്ന്. സാർ, ആ പണത്തിൽ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്ട്രിക്റ്റ് ഓർഡേഴ്സ് ആണ്, ഇങ്ങനെയുള്ള പണങ്ങളൊന്നും വാങ്ങിക്കാൻ പാടില്ല എന്ന്.
ആ പൈസ ഇങ്ങ് കാണിച്ചേ നോക്കട്ടെ. എന്തോന്നാടോ ഇത്? ഇതിനകത്ത് നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ സാറേ, ഇത് ഞാൻ എഴുതിയതല്ല. ഇന്ന് രാവിലെ ഒരു ഓട്ടോക്കാരൻ ചേഞ്ച് തന്നതാ. ഞാനാണെങ്കിൽ ശ്രദ്ധിക്കാനും മറന്നുപോയി. എന്താടാ പ്രശ്നം? എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അല്ല, ആ പൈസ എടാ, ആ പൈസ ഇങ്ങനെ തന്നെ. ഇത് നന്ദു, ഞാൻ പോവുക അങ്ങ് ദൂരേക്ക്. ഇനി നമുക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. എന്നാ ഈ 100 രൂപയിൽ എന്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. നീ എന്നെ വിളിക്കണേ. എടാ ആദം, എന്താടാ? എടാ എടാ, ഇത് അവളുടെ നമ്പറാടാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അവളുടെ നമ്പർ. അത് ഇതാടാ. എടാ മച്ചു, നീ ഇരുന്ന് കരയാണ്ട് അങ്ങ് വിളിക്കടാ. ഇനി ഒന്നും നോക്കണ്ട. അല്ല സാറേ, അപ്പൊ എന്റെ പൈസയോ? ഓ, ഇവിടെ ഒരു ആനക്കാര്യം നടക്കുമ്പോൾ അയാളൊരു ചേനക്കാര്യം. അതൊക്കെ ഞാൻ കൊടുത്താളാം, താനൊന്ന് പോയേ. എടാ ആദമേ, നീ ഇതെന്ത് തേങ്ങ നോക്കി നിൽക്കുവാ? വിളിക്കങ്ങോട്ട്. എടാ, റിംഗ് ആവുന്നുണ്ട്. ഇനി ഇനി അവളെങ്ങനെ നമ്പർ മാറ്റിയിട്ടുണ്ടാവോ? ഇനി ഞാൻ വിളിച്ച അവള് എടുക്കില്ലേ? ഇനി അവള് എടാ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവാതെ ആദ്യം ആ കോളൊന്ന് എടുക്കട്ടെ. ഹലോ, ഇതാരാ? കൂക്കി, ഇത് ഏഞ്ചലാ സംസാരിക്കുന്നേ. ഇതാരാ? അപ്പോ കൂക്കി അല്ലേ ഇത്? അപ്പോ അവള് ഞാൻ വിചാരിച്ച പോലെ എന്നെ മറന്നു കാണുമോ? ആരാടി വിളിച്ചത്? പപ്പയാണോ? അല്ലടി, ഏത് 1 നമ്പർ എന്നാ. ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല. നിന്നെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. ഇന്നാ നീ കോൾ ചെയ്. അതെയോ, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ക്യാതറിയാണോ സംസാരിക്കുന്നേ? ഇതാരാ? കൂക്കി, അതെ, കൂക്കിയാ. കൂക്കി, ഇത് ഞാനാ, നന്ദു. നന്ദു, നന്ദു, നീ ഇത്ര വർഷങ്ങൾ ശരി ഇപ്പോഴാണോടാ നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയേ? സോറി എടി, എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. ഞാൻ എങ്ങോട്ടാ വരണ്ടേ? എവിടെ അവൻ? അയ്യോ, ഫോണില് ചാർജും തീർന്നല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇവളോ? നന്ദു, സോറി, അന്ന് ഞാൻ നിന്നോട് ചൂടായത്. ആ കുപ്പിവളകള് നീ തന്നെ തന്നതാ. അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാ ഞാൻ അന്ന് നിന്നോട് ചൂടായത്. എന്ത് കുഴപ്പമില്ല, ഞാനും എന്തൊക്കെയോ പറഞ്ഞല്ലോ. പിന്നെ പഴയ കൂക്കിയൊന്നല്ല, ആളാകെ മാറി. എന്റെ ഉള്ളാകെ നീ